പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും ശക്തമാകുകയാണ്. ഈ സംഘർഷം സൈനിക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ലോകത്തിന്റെ എണ്ണ വിപണിയെയും അത് നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ അനിശ്ചിതത്വം തുടരുന്നത് പല രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്ഥിരീകരിച്ച പുതിയ എണ്ണ ഇറക്കുമതി നയം രാജ്യത്തിന് വലിയ കരുത്തായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിതരണത്തിൽ തടസ്സമുണ്ടായാലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ ഇപ്പോൾ കൂടുതൽ തയ്യാറാണെന്നാണ് വിലയിരുത്തൽ. വർഷങ്ങളായി ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിന്റെ വലിയൊരു പങ്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നിറവേറ്റിയിരുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുമായി ദീർഘകാല കരാറുകൾ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എണ്ണ ഇറക്കുമതി. ഈ സംവിധാനം ഏറെക്കാലം വിജയകരമായി മുന്നോട്ടു പോയെങ്കിലും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും യുദ്ധസാധ്യതകളും ഈ രീതിയുടെ പരിമിതികൾ തുറന്നുകാട്ടി. ഇപ്പോഴുണ്ടായിരിക്കുന്ന അമേരിക്ക-ഇറാൻ സംഘർഷം വീണ്ടും അതേ ആശങ്കകളാണ് ഉയർത്തുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴി ലോകത്തിലെ വലിയ തോതിലുള്ള എണ്ണക്കപ്പലുകൾ കടന്നുപോകുന്നു. ഈ മേഖലയിൽ ചെറിയൊരു തടസ്സം പോലും ഉണ്ടായാൽ എണ്ണ വിതരണം വൈകാനും വില കുതിച്ചുയരാനും സാധ്യതയുണ്ട്. ഇത്തരമൊരു സാഹചര്യം മുൻകൂട്ടി കണക്കിലെടുത്താണ് ഇന്ത്യ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എണ്ണ വാങ്ങുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത്. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ദീർഘകാല കരാറുകളെ മാത്രം ആശ്രയിക്കുന്ന രീതി കുറച്ചിട്ടുണ്ട്. അതിനു പകരം ആഗോള വിപണിയിലെ സാഹചര്യം നോക്കി ആവശ്യമുള്ള സമയത്ത് നേരിട്ട് എണ്ണ വാങ്ങുന്ന സപ്പോർട്ട് മാർക്കറ്റ് രീതിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ഒരു പ്രദേശത്ത് പ്രശ്നമുണ്ടായാൽ മറ്റൊരു രാജ്യത്ത് നിന്ന് വേഗത്തിൽ എണ്ണ വാങ്ങാനുള്ള അവസരം ഇന്ത്യക്ക് ലഭിക്കുന്നു. ഇത് ഇന്ത്യക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സൗകര്യവും നൽകുന്ന രീതിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ പല രാജ്യങ്ങളിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് എണ്ണ വാങ്ങാൻ കഴിയുന്നത് വിതരണത്തിലെ അപകട സാധ്യത കുറയ്ക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ റഷ്യ, അമേരിക്ക, പടിഞ്ഞാറൻ ആഫ്രിക്ക തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ബ്രസീൽ, ഗയാന, വെനിസ്വല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണവും വർദ്ധിപ്പിച്ചാൽ ഒരിടത്തെ പ്രതിസന്ധി മറ്റിടങ്ങളിലേക്ക് നിന്ന് പരിഹരിക്കാനുള്ള സാധ്യത കൂടും. ഇതിന്റെ ഭാഗമായി ഈ വർഷം ഏപ്രിൽ മാസത്തിൽ വെനിസ്വലയിൽ നിന്ന് ഇന്ത്യ റെക്കോർഡ് അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. ഇതും ഇന്ത്യയുടെ പുതിയ നയത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എത്തിക്കുന്നതിലൂടെ വിതരണ ശൃംഖല കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. മറ്റൊരു പ്രധാന മാറ്റം എണ്ണ വാങ്ങുന്ന രീതിയിലുമാണ്. മുമ്പ് എണ്ണ ഉൽപ്പാദിക്കുന്ന രാജ്യങ്ങളുമായി നേരിട്ടുള്ള കരാറുകളായിരുന്നു കൂടുതലായും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ലോകത്തെ വലിയ ട്രേഡിംഗ് കമ്പനികളുമായി സഹകരിച്ചും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ഇതിലൂടെ ഏത് രാജ്യത്താണ് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുമെന്നത് കണ്ടെത്തിയനുസരിച്ച് വാങ്ങാൻ കഴിയുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷവും ഇന്ത്യ ഈ രീതിയുടെ ഗുണം അനുഭവിച്ചിരുന്നു. പാശ്ചാത്യ ഉപരോധങ്ങളെ തുടർന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായ റഷ്യൻ എണ്ണ ഇന്ത്യ വലിയ തോതിൽ വാങ്ങി. ഇതിലൂടെ രാജ്യത്തിന്റെ എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും സാധിച്ചു. എന്നാൽ റഷ്യയിൽ പോലും പുതിയ വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. യുക്രൈൻ നടത്തിയ ആക്രമണങ്ങളിൽ റഷ്യയിലെ ചില എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്കും എണ്ണ ടെർമിനലുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് റഷ്യയുടെ ആഭ്യന്തര ഇന്ധന വിതരണത്തെ ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ റഷ്യയിലെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യയിൽ നിന്ന് പെട്രോൾ കയറ്റുമതി ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിലൂടെ ഇന്ത്യ ഒരു വലിയ എണ്ണ ഉപഭോക്താവെന്ന നിലയിൽ മാത്രമല്ല, സംസ്കരിച്ച ഇന്ധന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായും തന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുകയാണ്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ നയതന്ത്ര തലത്തിലും സജീവമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവർ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. പുതിയ വിതരണ മാർഗങ്ങൾ കണ്ടെത്തുകയും ദീർഘകാല സഹകരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ എണ്ണ ആവശ്യകത വർഷേനെ വർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഒരു രാജ്യത്തെയോ ഒരു മേഖലയോ മാത്രം ആശ്രയിക്കുന്നത് ഭാവിയിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാമെന്ന തിരിച്ചറിവാണ് ഈ പുതിയ നയത്തിന് പിന്നിലുള്ളത്. വിതരണ സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുകയും ആവശ്യമനുസരിച്ച് വാങ്ങുന്ന സംവിധാനം ശക്തമാക്കുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഏറെ ഗുണകരമാണ്. അമേരിക്ക-ഇറാൻ സംഘർഷം എത്രത്തോളം നീളുമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യ സ്വീകരിച്ച പുതിയ തീരുമാനങ്ങൾ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ കൂടുതൽ ശക്തമാക്കി എന്നാണ് വിലയിരുത്തൽ. പല രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ലഭിക്കുന്ന സംവിധാനം, പുതിയ വ്യാപാര പങ്കാളിത്തങ്ങൾ, നയതന്ത്ര ഇടപെടലുകൾ എന്നിവയിലൂടെ ഭാവിയിൽ ഉണ്ടാകുന്ന ആഗോള എണ്ണ പ്രതിസന്ധികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്ന് ഈ മാറ്റങ്ങൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.